ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൺഡേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആമിക്കുന്ന സ്കൂളിലൊക്കെ ഉള്ള ദിവസമാണ്. നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ബാൽക്കണിയിൽ ഇതുപോലെ ഒന്ന് സിമൻറ്റ് വെച്ചിട്ട് ഒന്ന് പൂശുന്ന ഒരു വർക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് സൺഡേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ വീട്ടിലും കുറച്ച് പണികൾ ചെയ്യണമായിരുന്നു. അപ്പോൾ അതും ഇതും കൂടി ചേർത്തിട്ടാണ് ചെയ്തത്. പക്ഷെ ഇത് ചെയ്തു വന്നപ്പോഴത്തേക്കും ഉണ്ട് ശരിക്കും ഇത് കറക്റ്റായിട്ടല്ല അവർ ചെയ്ത് തന്നത്. ആ ഒരു താഴത്തെ പോർഷൻ വരേക്കും ഒരു സ്ലോപ്പ് മാതിരിയാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവം ഇതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്കും അവർ ആ പകുതി പോർഷനിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. ആ ഒരു സെൻറ്റർ പോർഷനിൽ കണ്ടോ, അതിങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അത് ഒന്നും കൂടി ആളിനെ വിളിച്ചിട്ട് പണി ചെയ്യിപ്പിക്കണം. ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛനൊക്കെ വരുമ്പോഴത്തേക്കും അച്ഛനെ കൊണ്ടെങ്കിലും ചെയ്യിക്കണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പക്ഷെ എന്തായാലും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോള് അവർ അടച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് അപ്പുറത്തെ വീട്ടിലൊന്നും വെള്ളം വീഴത്തില്ല. എന്നാലും ആ ഒരു വെള്ളം കെട്ടി കിടക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് അത് ചൂല് കൊണ്ട് വീണ്ടും തൂത്ത് കളയേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു പോർഷനിൽ കണ്ടോ വെള്ളം കിടക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നീറ്റായിട്ട് ചെയ്യിക്കണം ആ ഒരു വർക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ ഹസ്ബൻഡ് അവിടെ ഇരുന്ന സിമൻറ്റിൻ്റെ ചാക്കൊക്കെ എടുത്തുകൊണ്ടൊന്ന് മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമല്ലോ. പുതിയ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് നമ്മൾ വീടൊക്കെ പണി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ലേ, സ്ട്രോങ് ആവാനായിട്ട്. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് രാവിലെ ഹസ്ബൻഡ് ഒഴിച്ചു കൊടുത്തതാണ് ബാൽക്കണിയിൽ. പിന്നെ ഞാൻ മേലേക്കൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ നടക്കാനായിട്ട്. ആമി സ്കൂളിൽ പോയതിന് ശേഷമാണ് പിന്നീട് വീഡിയോ എടുത്തിട്ടുള്ളത്. ആമിയെ വിട്ടതിന് ശേഷം ഞാൻ മേലേക്ക് വന്നു. അപ്പോൾ ഡെയിലി ഞാനിങ്ങനെ കുറച്ച് നേരം നമ്മുടെ ഈ ഒരു ടെറസിൽ നടക്കാറുണ്ട്. ഞാനന്ന് പനി വന്നപ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഹസ്ബൻഡിന് വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ രാവിലെ പാർക്കിൽ പോയിട്ട് നടക്കണം ആമിയെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം. തൽക്കാലം എന്തായാലും ടെറസിൻ്റെ മേലെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആമി 8:30 ആകുമ്പോഴത്തേക്ക് അവൾ സ്കൂളിൽ പോവും. അവളെ പറഞ്ഞു വിട്ടാൽ ഉടനെ തന്നെ ഞാൻ മേലേക്ക് വരും. 9 മണി, ഒരു 9:15 വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം 9:30 വരെയൊക്കെ ഞാനൊന്ന് മേലെ നടക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. ആമി ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രമൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളും ബുക്സും ബോട്ടിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി ഇട്ടേക്കുവാണ്. അപ്പോൾ കുട്ടികളുള്ള എല്ലാ വീടുകളിലും ഉള്ളതായിരിക്കും ഒരു സംഭവം. പിന്നെ രാവിലെ ആ ഒരു തിരക്ക് പിടിച്ച് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ പിന്നെ ആ ഒരു കുറച്ച് നേരത്തേക്ക് നമുക്ക് ഭയങ്കര ബ്ലാങ്കായിരിക്കും. നമുക്ക് ക്ലീനിങ്ങും എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ടെറസിലേക്ക് പോവും. പിന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കും. ഇതാണിപ്പോൾ എൻ്റെ രാവിലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും സ്റ്റഡി ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് മിക്ക ദിവസവും ക്ലീൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവളിങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഇരുന്ന് കളിക്കുമ്പോൾ അങ്ങനെ പെയിൻറ്റൊക്കെ ആവുന്നതാണ്. ഹോംവർക്ക്സ് കൂടുതലായിട്ട് എഴുതുന്നത് സോഫയുടെ ആ ഒരു സെക്ഷനിൽ ഇട്ടേക്കുന്ന ഒരു ചെറിയൊരു ടീപ്പോയ് ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാണ് എഴുതുന്നത്. ഈ ഒരു സ്റ്റഡി ടേബിൾ ഇരുന്നിട്ട് അങ്ങനെ അധികം ആമി പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. മിക്കവാറും എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്റ്റഡി ടേബിളൊക്കെ മേടിച്ച് വെച്ച ആ ഒരു മാസമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നീട് ആയപ്പോഴത്തേക്കും ഇതിലങ്ങനെ ഇരിക്കാറൊന്നുമില്ല. പെയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്തോ മാത്രമാണ് അവൾ ഈ ഒരു സ്റ്റഡി ടേബിൾ യൂസ് ചെയ്യുന്നത്. സ്റ്റഡി ടേബിളിൻ്റെ അടിഭാഗത്ത് കണ്ടോ ഒരു ചെറിയൊരു ഡോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നിരത്തിയിട്ടേക്കും. കുറേയൊക്കെ അവളെ കൊണ്ട് തന്നെ ഞാൻ എടുത്ത് വയ്പ്പിക്കാറുണ്ട്. ഞാനങ്ങനെ എല്ലാം ഒന്നും എടുത്ത് വയ്ക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. അവൾ വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ അവൾ വലിച്ചു വാരി ഇടുന്ന സാധനങ്ങളെല്ലാം ആമിയെ കൊണ്ട് തന്നെ ഞാൻ എടുത്ത് വയ്പ്പിക്കും. ഇപ്പോൾ ഞാൻ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ തന്നെ എല്ലാം ഒതുക്കി വയ്ക്കാറാണുള്ളത്. അപ്പോൾ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നത്തില്ല വലിച്ചു വാരി ഇട്ടേക്കുന്നുണ്ടെന്ന്. പക്ഷേ ഓരോ സാധനമായിട്ട് പെറുക്കി എടുക്കുമ്പോഴത്തേക്കാണ് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓരോന്നായിട്ട് ഇരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സോഫയുടെ അടിയിലും ഒരു ചെയറിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും കൂടുതലായിട്ട് ഇരിക്കുന്നത്.
പ്രത്യേകിച്ച് അവളുടെ ഒരു തലയിൽ വയ്ക്കുന്ന ബണ്ണും റിബണും അതൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് ഊരി വെച്ചിട്ട് പിന്നീട് ചിലപ്പോൾ ഞാനും ശ്രദ്ധിക്കത്തില്ല. മാക്സിമം ഞാൻ കാണുന്നതിനനുസരിച്ച് എടുത്ത് മാറ്റി വയ്ക്കാറുള്ളതാണ്. ചിലപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും ഓരോ സാധനങ്ങളായിട്ട് പെൻസിലായാലും പെന്നായാലും പല സാധനങ്ങളും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അമ്മമാർക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള ഒരു കുറച്ച് സമയത്തെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ എന്തായാലും ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കിച്ചണിൽ ഞാൻ കുക്കിംഗ് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളെല്ലാം കൂടി സിങ്കിലേക്ക് ഇട്ടു, അതൊന്ന് കഴുകിയെടുക്കണം. പിന്നെ അതിന് മുന്നേ തന്നെ ഞാൻ എന്തായാലും ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. 2-3 ദിവസത്തിൽ ഒരിക്കൽ ഞാനിങ്ങനെ ഡൈനിങ് ടേബിൾ ഒന്ന് കോളിൻ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണി പോലത്തെ ഒരു മാറ്റാണ് നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിളിൽ വിരിച്ചേക്കുന്നത്. ഞാനിത് ഒരു 2-3 വർഷം മുന്നേ മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ശരവണയിൽ നിന്നാണ് വാങ്ങിയതെന്നാണ് തോന്നുന്നത്. കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു പ്ലെയിൻ ഷീറ്റും കൂടി വിരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കും. പക്ഷെ ഞാനിപ്പോൾ പുറത്ത് വിരിച്ചിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. റെക്സിനുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അമ്മയെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങി. ആ സമയത്തിനുള്ളിലാണ് ഞാൻ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചുണർത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചു. ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഉപ്പുമാവും പപ്പടവും ഒക്കെ കഴിച്ചതിന് ശേഷം ടെറസിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് മേലെ ടെറസിൻ്റെ ഗാർഡനിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കുറേ അഴുക്കും മണ്ണും ഒക്കെ ആയി കിടക്കുകയാണ് കേട്ടോ. കുറേ നാളായി ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ടും വൃത്തിയായിട്ടൊക്കെ ഇട്ടിട്ട് കുറേ നാളാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒരു കരിയിലയും കാര്യങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും വലിയ അഴുക്കൊന്നും തോന്നത്തില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ആ ഒരു ദീപാവലിയുടെ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പടക്കത്തിൻ്റെതും റോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ക്ലീൻ ചെയ്തതാണ്. പക്ഷേ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടികളെല്ലാം എടുത്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലാണെങ്കിലും ഫർണിച്ചറുകളും മറ്റ് സാധനങ്ങളൊക്കെ ഇതുപോലെ കട്ടിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിടുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാണ് കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും ഒരുപോലെ നമ്മുടെ വീടിനുള്ളിൽ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വയ്ക്കാറില്ല. ഒരു 6 മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെടികളുടെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു പോട്ട് ഒരു സ്ഥലത്ത് വെച്ചേക്കുവാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇരിക്കുന്നത്. പൊതുവേ ചെടികളോട് കമ്പമുള്ളവർ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോലെ തന്നെയാണല്ലോ, ജീവനുള്ള ആൾക്കാരാണല്ലോ ഇവർ. അപ്പോൾ ഇവർക്കും ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ബോറടി തോന്നത്തില്ലേ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ എടുത്ത് ഓരോ പോട്ടുകളായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഗാർഡൻ സെറ്റപ്പ് ഇപ്പോൾ ഈ ഒരു വർഷം, അതായത് 2024 പുതിയ രീതിയിലാണ് ഗാർഡനിങ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചെടികളൊന്നുമല്ല ഈ വർഷം വെച്ചേക്കുന്നത്. മെയിനായിട്ട് ഞാൻ ഇത്തവണ ഒരുപാട് പൈസ മുടക്കിയിട്ട് ഒരു ചെടിയും തന്നെ മേടിച്ചിട്ടില്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ ചെടികൾ ഗാർഡനിൽ പോയി മേടിക്കുന്നൊരു ശീലം എനിക്കുള്ളതാണ്. ഒരുപാട് പൈസ ഇതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേയൊക്കെ, ഒരു ചാക്ക് മണ്ണിന് 100-200 രൂപ കൊടുത്താണ് മേടിക്കുന്നത്. ഇതിലിരിക്കുന്ന ഓരോ പോട്ടിലെ ചെടികൾക്കും വെച്ചിരിക്കുന്ന മണ്ണിന് ഞങ്ങൾ പൈസ കൊടുത്താണ് കേട്ടോ മേടിക്കുന്നത്. ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, നമ്മുടെ നാട്ടിലത്തെ പോലെ കിട്ടത്തൊന്നുമില്ല മണ്ണൊന്നും. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഈ ഒരു പനിക്കൂർക്കയുടെ ഗ്രീനും വൈറ്റും വരുന്ന വൈറ്റ് കളർ ബോർഡർ വരുന്ന ലീഫുള്ള പനിക്കൂർക്ക തന്നിട്ടുണ്ടായിരുന്നു. ഞവരയിലല്ലേ ആ സംഭവം. അപ്പോൾ എൻ്റെ നാത്തൂനാണത് കൊടുത്തു വിട്ടത്, അമ്മയുടെ അടുത്താണെന്ന് തോന്നുന്നു കൊടുത്തു വിട്ടത്. അപ്പോൾ അതെന്നോട് അമ്മ പറഞ്ഞത് ഒരൊറ്റ തണ്ട് വെച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ മറ്റുള്ള പോട്ടുകളിലേക്ക് ആക്കിയാൽ മതി, നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 1-2 പോട്ടുകളിലേക്ക് ചെറിയ ഇതായിട്ട് ഒടിച്ചൊടിച്ച് കുത്തി വെച്ച് കൊടുത്തതാണ്. പിന്നീട് ഇപ്പോൾ ഈ മഴ പെയ്ത സമയത്ത് നോക്കിയപ്പോഴത്തേനും ഉണ്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് കാട് പിടിച്ചതുപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ഗാർഡനിൽ ഭംഗി വന്നേക്കുന്നതും ഈ ഒരു പനിക്കൂർക്കയുടെ ഇല തന്നെയാണ്.
പിന്നെയെന്ന് പറയുന്നത് ഈ നിത്യകല്യാണി ചെടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജു ഇതിനെക്കുറിച്ച് ക്ലാസ്സിൽ തെറ്റിയെന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ശവന്നാറിപ്പൂവെന്നും നിത്യകല്യാണി എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളതിൽ പറഞ്ഞത് അവൾക്ക് ഈ 2 പേരുകളും അറിയത്തില്ല, ക്ലാസ്സിൽ തെറ്റിയെന്നാണ് അവരുടെ നാട്ടിൽ പറയുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു നിത്യകല്യാണി ചെടിയും ഞാനിങ്ങനെ നട്ടുപിടിപ്പിച്ചു. അത് ഞാൻ ശരിക്കും ഇത് നട്ടുപിടിപ്പിച്ചതല്ല. ഒരു 2 വർഷം മുന്നേ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. അന്ന് പൈസ കൊടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് ഇത് വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 ഈ ഒരു വർഷത്തെ മഴയിൽ നോക്കിയപ്പോഴത്തേനും ഉണ്ട് അത് പെട്ടെന്ന് കുറേ തൈകൾ ഇങ്ങനെ പൊട്ടി മുളച്ച് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ പോട്ടുകളിലേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇത്രയും ചെടികളാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഏറ്റവും കൂടുതൽ ചെടികൾ നിൽക്കുന്നത് ആ ഒരു ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ വരുന്ന പനിക്കൂർക്കയും പിന്നെ ഈ ഒരു നിത്യകല്യാണിയും പിന്നെ 10 മണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് പൈസ മുടക്കമുള്ള ചെടികളൊന്നും മേടിച്ച് വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്കൊരു ചെറിയൊരു ഗാർഡൻ നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് വളരുന്ന ചെടികളുണ്ടല്ലോ, ഇതുപോലെ തണ്ട് ഊന്നി വെക്കുമ്പോൾ പെട്ടെന്ന് വളർന്ന് കിട്ടുന്ന ചെടികളില്ലേ, അങ്ങനത്തെ ചെടികൾ വെച്ചിട്ട് നമുക്ക് ഗാർഡൻ സെറ്റപ്പ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് മണി പ്ലാന്റ്, അതുപോലെ ലക്കി ബാമ്പു. ഇതൊക്കെ ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ ഒരുപാട് വളർന്ന് കിട്ടുന്ന ടൈപ്പ് ചെടികളാണ്. പിന്നെ ഒരു തുളസി ചെടി നമ്മുടെ അടുത്തുണ്ട്, പിന്നെ ഒരു ടർട്ടിൽ വൈനുണ്ട്, അലോവേറ ഉണ്ട്. ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള ചെടികളാണ്. ഞാൻ പൈസ മുടക്കി മേടിച്ചിട്ടുള്ള കുറേ പൂക്കളുണ്ടാകുന്ന ചെടികളെല്ലാം അത് നശിച്ചു പോയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്തരം ചെടികളൊന്നും ഇപ്പോൾ എൻ്റെ കാർഡിലിരിക്കുന്ന ഈ ചെടികളൊന്നും അങ്ങനെ അങ്ങോട്ട് വെയിലായാലും ഒന്നും നശിച്ചു പോകത്തില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കേടാവാത്ത ചെടികളാണ് ഇതൊക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ചെടികളെക്കുറിച്ചൊന്നും ആധികാരികമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കാണുന്ന ചെടികളൊക്കെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതും നഴ്സറി പോകുമ്പോൾ മേടിക്കുന്നതും ഒക്കെയാണ്. അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഇതായിട്ടൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഒരു വളവും അങ്ങനെ ഇടാറില്ല കേട്ടോ. ഒരു തവണ എന്തോ നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഞാൻ എന്തോ ഒരു വളം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് NPK ഒന്നും അല്ല, ഏതോ ഒരു പേരെനിക്ക് അറിയത്തില്ല. അത് പുഴുക്കളുണ്ടാകുമ്പോൾ അത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്, ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ മുന്നേ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ആ ഒരു വ്ളോഗ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നും നമ്മുടെ ചെമ്പരത്തി എല്ലാം പട്ടുപോയി, ഒന്നുപോലും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ വെച്ചിട്ടും ഇതൊന്നും വരുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്തേക്കാളും ഭയങ്കര നല്ല രീതിയിലുള്ളൊരു ഗാർഡനാണ് എനിക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നത്, നമുക്ക് ഇപ്പോൾ ഈ ചെറിയ തണ്ടുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറേ ചെടികൾ ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെടി നടുന്നത്, ചെടികളെ നോക്കുന്നത്, മേലെ വന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് കുറേ നേരം വീട്ടിലെ പണികളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരമെങ്കിലും നമുക്ക് പോയിട്ടൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു ഗാർഡൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഗാർഡനിൽ വരുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് വലുതായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഞാനങ്ങനെ ഡെയിലി ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഇത്രയും നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് കേടായി പോകത്തില്ല, അതുകൊണ്ട് അങ്ങനെ എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ വലിയ വിലപിടിപ്പില്ലാത്ത ഇതുപോലത്തെ ചെടികൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ അയൽപ്പക്കത്തു നിന്നൊക്കെ തരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ ഒരു സന്തോഷമാണ്. നമുക്ക് വലിയ വില കൊടുക്കാതെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന സന്തോഷങ്ങളാണ് ഇതൊക്കെ.
പിന്നെ ടർട്ടിൽ വൈൻ്റെ ഒരു പോട്ട്, 2 പോട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ മേലെ വെച്ചിട്ടുണ്ട്, വേറൊരെണ്ണം കൊണ്ടുവന്ന് താഴെ വെച്ചു. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡ് കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഒറ്റയ്ക്ക് ഈ ചെടികളുടെ ഇതൊക്കെ എടുത്ത് വലിച്ച് എനിക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ബാക്ക് പെയിനൊക്കെ ഉള്ള കാരണം കൊണ്ട്, വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ ചെയ്തിട്ട് പിന്നെ താഴേക്ക് വന്ന്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പാത്രമൊന്നും കഴുകിയില്ലാന്ന്. അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. ഭയങ്കര മടിയാണ് എനിക്ക് പാത്രം കഴുകാനായിട്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്ത് ജോലിയും വീട്ടിലെ ഞാൻ ചെയ്യുന്ന ആളാണ്, മടി കൂടാതെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. പിന്നെ ആമിക്ക് ഇന്ന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് സ്നാക്സിന് വേണ്ടി ഞാനിന്ന് അവൽ നനച്ചാണ് കൊടുത്തു വിട്ടത്. അവർക്ക് ഈവനിങ്ങും മോർണിംഗും സ്നാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും ഇത് തന്നെയാണ് കൊടുത്തു വിട്ടത്. പിന്നെ ഉപ്പുമാവാണ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറ് വെച്ചു, പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടി, വെണ്ടയ്ക്ക കൊണ്ടൊരു കറിയും ഒക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ചൊക്കെ രാവിലെ തയ്യാറായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഗാർഡനിലൊക്കെ നിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. സാധാരണ രാവിലെ ഞാൻ കുളിക്കും, പക്ഷേ ഇന്ന് ഇപ്പോൾ ക്ലീനിങ് ഉള്ളത് കൊണ്ട് ലേറ്റായതാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് തലയൊക്കെ ഒന്ന് തോർത്തുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം കണ്ടുപിടിക്കാറില്ല. നമ്മൾ വീട്ടമ്മമാർക്ക് അങ്ങനെ ഇന്ന സമയത്ത് പ്ലാൻ ചെയ്തതുപോലൊന്നും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചെയ്ത് മറ്റൊന്ന് ചെയ്ത് അങ്ങനെ ഒരുപാട് ജോലികളിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കും. അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഉണ്ട് എന്നെ നാട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചതാണ്. പിന്നെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്നു കുറേ നേരം, ഒരു അരമണിക്കൂറോളം അച്ഛനോട് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാർഡനിൽ പുതിയൊരു ചെടി വെച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എന്തായാലും ഒന്നും കൂടി ഒന്ന് വന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാട്ടോ. അവർ പർപ്പിൾ കളറിലുള്ള പൂവ് നമ്മുടെ മൈസൂർ ചീരയുടെ പൂവാണ്. അത് ഞാൻ പറിച്ച് കളഞ്ഞതാണ്, പക്ഷേ അതിലൊരു ചെറിയൊരു തൈ നിൽപ്പുണ്ടായിരുന്നു. അതിങ്ങനെ വളർന്നിട്ട് അതിൽ ഒരു പൂവുണ്ടായതാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. കുറച്ച് നേരം ഗാർഡനിലൊക്കെ നിന്നു, ബാൽക്കണിയിലൊക്കെ നിന്നതിന് ശേഷം പിന്നീട് വന്നിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ലഞ്ച് കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. കുറച്ച് മുട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ട്രെയിലേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് തോരാനായിട്ട് ഇതുപോലൊരു നെറ്റിൻ്റെ പാത്രത്തിൽ വെച്ചേക്കും മുട്ട കഴുകിയതിന് ശേഷം. അതിന് ശേഷം പിന്നീട് ആ ഒരു ട്രെയിലേക്ക്, ഉണങ്ങിയതിന് ശേഷം ട്രെയിലേക്ക് മാറ്റും. കാരണം നമ്മൾ പെട്ടെന്ന് മുട്ട എടുത്ത് കറി വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മുട്ടയിൽ വീഴത്തില്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടാണ് മുട്ട വയ്ക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെറസിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി ഇന്നും ഉണ്ടാക്കിയില്ല. എന്നോട് പറഞ്ഞത് ഓഫീസിലെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡെയിലി ഒന്നും എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കാറില്ല കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ എല്ലാ പണികളും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഗാർഡനിങ് ഒക്കെ ചെയ്തതുകൊണ്ട്, ഒരുപാട് ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു ഹസ്ബൻഡ് അവിടെ നിന്ന് കഴിച്ചോളാമെന്ന്. അതുകൊണ്ട് എനിക്കിന്ന് കുക്കിംഗ് ഇല്ലായിരുന്നു. പിന്നെ ആമിയെ കൊണ്ടുവന്ന് മേലേക്ക് വന്ന് സൈക്കിളൊക്കെ ഒന്ന് ഓടിപ്പിച്ചു. കുറച്ച് നേരം ടെറസിലൊക്കെ നിന്നതിന് ശേഷം താഴെ വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വിളക്ക് വെച്ചത്. ഹസ്ബൻഡ് 5 മണിക്ക് ഓഫീസിൽ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ആമിയെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് ഡിന്നറിന് കുക്കിംഗ് ഇല്ല കേട്ടോ. രാവിലത്തെ ഉപ്പുമാവ് തന്നെയാണ് ഞങ്ങൾ നൈറ്റും കഴിക്കുന്നത്. എനിക്കും ആമിക്കും അതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ആമിയെ ഞാനാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. ആമിക്ക് തമിഴിന് മാത്രം ഇപ്പോൾ ട്യൂഷന് വിടുന്നുണ്ട്. കാരണം എന്നെക്കൊണ്ട് അത് ഒരുപാട്, ഇപ്പോൾ ഓരോ ക്ലാസ് കൂടുമ്പോഴും ഒരുപാട് പോർഷൻ വരുമല്ലോ പഠിക്കാനായിട്ട്. അപ്പോൾ എന്നെക്കൊണ്ടത് പറ്റാത്തത് കൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് തമിഴിന് അവളെ ട്യൂഷന് വിടാമെന്ന്. ബാക്കി സബ്ജക്റ്റ് എല്ലാം ഞാനാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം അവളെ പഠിപ്പിക്കാനിരുത്തും. 9 മണി വരെ, 7 മണി മുതൽ 9 മണി വരെ ഹോംവർക്ക്സ് എഴുതിപ്പിക്കും, പിന്നെ പഠിപ്പിക്കും, അങ്ങനെയൊക്കെ. പിന്നെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് അമ്മമാർക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിപ്പിക്കേണ്ടിയും വരും. നമുക്ക് മറ്റുള്ള കുട്ടികളെ പോലെ പെട്ടെന്ന് അങ്ങനെ അവർ സ്വയം പഠിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവൾക്ക് പഠിപ്പിച്ചൊക്കെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉപ്പുമാവൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ യൂണിഫോം. ഡെയിലി യൂണിഫോം നൈറ്റ് അയൺ ചെയ്തേക്കും. അതിനുശേഷം
ഇതുപോലെ സോഫയിലെടുത്ത് ഇട്ടേക്കും. അപ്പോഴത്തേക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചൊന്ന് ഈസി ആയിരിക്കും. അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും ലഞ്ച് ബാഗും ടൈം ടേബിൾ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ഈ ഒരു അയൺ ചെയ്യുന്ന ഡ്രസ്സും എല്ലാം എടുത്ത് ഞാൻ സോഫയിലിട്ടിട്ടാണ് കിടക്കാനായിട്ട് പോവുള്ളൂ. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ സാധനവും എവിടെയാണെന്ന് തപ്പിപ്പിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ ലഞ്ച് ബോക്സും ഞാനെടുത്ത് കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കിടക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഒന്നും തന്നെ വെള്ളത്തിലിടാനൊന്നും ഇല്ല, ഗ്രീൻ പീസോ കടലയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് തുടച്ചിട്ടതിന് ശേഷമാണ് കിടക്കുന്നത്. ചില ദിവസങ്ങളിലാണെങ്കിൽ നൈറ്റ് ചിലപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് കോളിൻ യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടാണ് കിടക്കുന്നത്. എത്ര വയ്യെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ മാക്സിമം കിച്ചൺ ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.